നരേന്ദ്രമോദി സാധാരണ പട്ടാളക്കാർക്കിടയിലൂടെ നടന്നു പോകുന്നു. ആദംപൂരിൽ ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പ്രധാനമന്ത്രി പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചുറ്റും SPGയുടെ വലയം ഉണ്ടാവും. SPG ഒന്നുമില്ല, പട്ടാളക്കാർ, ഓഫീസർമാർ പോലുമില്ല, സാധാരണ പട്ടാളക്കാർ, ജവാന്മാർ, മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ആയുധമെടുത്ത് പോരാടുന്ന പട്ടാളക്കാർ, ഒപ്പം എയർഫോഴ്സിലെ ആൾക്കാർ, അങ്ങനെ നമ്മുടെ 3 നാവികസേനയിലെയും ആളുകൾ എന്ന് തോന്നിപ്പിക്കുന്ന സാധാരണ ഭടന്മാർക്കിടയിലൂടെ പ്രധാനമന്ത്രി നടന്നു പോകുന്നു. അതുകൊണ്ടപ്പോൾ SPG എന്തിനാണ്? SPG എന്തിനാണല്ലേ? പട്ടാളം ഉള്ളപ്പോൾ എന്തിന് SPG? അവിടെ ആദംപൂരിൽ ഈ സാധാരണ ജവാന്മാരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അവരുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ റോൾ അറിയാമല്ലോ. പ്രധാനമന്ത്രി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആവേശം എത്ര വലുതാണ്. അവരുടെ കൂടെ നിന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇന്നലെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ അമ്മമാരുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവരെ അവരുടെ മണ്ണിൽ ചെന്ന് നമ്മൾ വേട്ടയാടിയെന്ന് ഇന്നും മോദി പറഞ്ഞു. അപ്പോൾ ഇന്നലെയും ഇന്നുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞു, ഇന്ത്യക്കാരോട് മാത്രമല്ല ലോകത്തോട് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതറിയണം. പക്ഷേ ഇപ്പോൾ മോദി ആദംപൂരിൽ പറഞ്ഞിരിക്കുന്നു, ഇനി ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിയാൽ മഹാവിനാശമായിരിക്കും തിരിച്ച് പാകിസ്ഥാന് കൊടുക്കുക എന്നത്. ഇന്നലെ പാകിസ്ഥാനെ പല തവണ പേരെടുത്ത് പറഞ്ഞു, ഗതികെട്ട് നമ്മുടെ കാല് പിടിച്ചിട്ടാണ് വെടിനിർത്തലുണ്ടാക്കിയതെന്ന് പറഞ്ഞു, അല്ലേ? സംഘടനകളുടെ പേരും ഒക്കെ പറഞ്ഞു, ഭീകര സംഘടനകളുടെ. അപ്പോൾ ഈ ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ പ്രസംഗം നോക്കിയാൽ ഒരിക്കൽ പോലും മോദി വെടിനിർത്തൽ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടില്ല, സീസ്ഫയർ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല, പറഞ്ഞത് ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്ക്. ഹിന്ദി പ്രസംഗമാണെങ്കിൽ പോലും ന്യൂ നോർമൽ എന്ന് പറഞ്ഞ പ്രയോഗം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഉറി, പുൽവാമ ആ സമയത്ത് നമ്മൾ കൊടുത്ത തിരിച്ചടി, അത് ആ രീതി അല്ല ഇനി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ന്യൂ നോർമൽ എന്ന് പറഞ്ഞ പ്രയോഗം. സംഗതി മാറിയിരിക്കുന്നു, കളം മാറി, കളിയും മാറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3-4 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ഇനി പ്രതികരണം ഇന്ത്യയുടെ തന്നെ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും, ഇന്ത്യയുടെ ടേംസിലായിരിക്കും. പിന്നെ ഭീകരതയുടെ കാര്യത്തിൽ അത് ചെയ്യുന്നവർ, അതായത് ഭീകരന്മാർ, അതിൻ്റെ നേതാക്കൾ, ആ സർക്കാർ, ഇത് തമ്മിൽ ഒരു വ്യത്യാസവും ഇനി ഉണ്ടാവില്ല. പിന്നെ ഈ ആണവ ബ്ലാക്ക്മെയിലിൻ്റെ പിന്നാലെ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞ ബ്ലാക്ക്മെയിലിന് ഇങ്ങോട്ട് വരണ്ട, അതിന്റെ പിന്നിൽ ഒളിച്ചിട്ട് ഭീകരതയൊന്നും നടത്തണ്ട. അപ്പൊ ആ സംഭവം ഇനി ഇല്ല. പിന്നെ ഈ സൈനിക വാതിലുകളൊക്കെ വളരെ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അടി നടത്തും. അതാണ് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഈ ന്യൂ നോർമൽ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 2 ഭീകര സംഘടനകളുടെ പേര് പറഞ്ഞു. ആ സംഘടനകൾ അമേരിക്കയിലും ബ്രിട്ടനിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു ഈ ഭീകരന്മാർ. അപ്പോൾ ഇത് ആഗോള തലത്തിലേക്ക് കൂടി ഉയർന്നു. ഇന്ത്യക്ക് മാത്രമല്ല ഇവരുടെ ഭീഷണി മറ്റുള്ളവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കാര്യം അദ്ദേഹം വിശദീകരിച്ചു. DGMO, പാകിസ്ഥാനിൻ്റെ DGMO ഇങ്ങോട്ടാണ് വിളിച്ചത്, അല്ലാതെ നമ്മളങ്ങോട്ടല്ല അല്ല. അതായത് ഈ ട്രംപിൻ്റെ ഒരു വ്യാഖ്യാനം ട്രംപിൻ്റെ പേര് പറയാതെ പൊളിച്ചു, ഇങ്ങോട്ട് വിളിച്ചതാണ് നമ്മൾ എന്നിട്ട് മറ്റേത് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എൻ ഇയർ ഓഫ് വാർ, പക്ഷെ ദിസ് ഈസ് ഓൾസോ നോട്ട് എൻ ഇയർ ഓഫ് ടെറർ എന്ന് പറഞ്ഞു. ഇത് യുദ്ധത്തിൻ്റെ നൂറ്റാണ്ടല്ല, ഭീകരവാദത്തിൻ്റെ നൂറ്റാണ്ടുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനും ഉത്തരമായി. പുട്ടിനോട് പറഞ്ഞിരുന്നല്ലോ, ഇത് മറ്റേ യുദ്ധത്തിൻ്റെ കാലമല്ല എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമായി ഭീകരത ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും എന്നും പറഞ്ഞു.
ഏതായാലും രാജ്യം കാത്തിരുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രിയുടേത്. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആദ്യം തന്നെ ഒരു പ്രസംഗമൊക്കെ നടത്തി എന്തൊക്കെ പറഞ്ഞെന്ന് അങ്ങേർക്ക് പോലും അറിയത്തില്ല. കാരണം തലക്കടി കൊണ്ട് വെളിവ് പോയിരിക്കുന്ന ആൾ പറയുന്ന പോലെയാണ്. നന്ദിയായിരുന്നു ഒരുപാട്. അതെ അതെ അതെ, ഇതുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കൊക്കെ നന്ദി പറഞ്ഞു. ഒരുപാട് പേർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് എന്തോ പൊതുസമ്മേളനത്തിൽ കൃതജ്ഞത പറയാൻ നിന്ന ആളെ പോലെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഏതായാലും വളരെ ഷാർപ്പായിട്ട് പറയേണ്ടത് പറഞ്ഞ്, ആണവായുധം എന്ന് പറയുന്ന അതുകൊണ്ട് പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ്, യുദ്ധം ഞങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ്, ഈ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ്, അതിലേക്കുപരി ഇനി ഇന്ത്യക്കു നേരെയുള്ള ഇന്ത്യയിൽ നടത്തുന്ന ഏതു ഭീകര പ്രവർത്തനത്തെയും യുദ്ധമായി കാണും എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ചിട്ടാണ് മോദി പോയത്. മോദി ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് പഹൽഗാമിന് ശേഷം ഇത് എവിടെയൊക്കെ സ്പർശിച്ചോ അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് ഈ പ്രസംഗത്തിലെയും ഈ തീം, അതിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. കാരണം ഈ ഭൂമിയുടെ ഏതറ്റത്ത് പോയും ഭീകരരെ കൈകാര്യം ചെയ്യും എന്നാണ് അദ്ദേഹം ബീഹാറിലെ മധുബനിയിൽ പറഞ്ഞിരുന്നത്. തുടർന്നും അദ്ദേഹം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കൈകാര്യം ചെയ്തു, ഭീകര താവളങ്ങളൊക്കെ ആക്രമിച്ചു. പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അതിർത്തി കടക്കാതെ തന്നെ ആക്രമിച്ചു. എങ്കിൽ അതിർത്തി കടന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്നുള്ള മാത്രമല്ല, നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് തകർക്കാൻ കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ സാധിച്ചു. ലക്ഷ്യം സാധിച്ചു. ലക്ഷ്യവേദി അല്ലാത്ത ഒരു മിസൈലും ഒരു ഡ്രോണും നമ്മൾ അയച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വാൻസും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വെടിനിർത്തലിന്. അവർ വിളിക്കുന്നുണ്ട്, വെടിനിർത്താമോ എന്ന് ചോദിച്ചപ്പോഴും മോദി ഞങ്ങൾ ഒരുക്കമാണെന്നല്ല പറഞ്ഞത്. വി വിൽ സ്ട്രൈക്ക് ഇൻസൈഡ് ഡീപ്പർ എന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഉത്തരം. പക്ഷെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തിരിച്ചൊക്കെയാണ് എഴുതിയിരുന്നത്. ഇവിടുത്തെ മാപ്രകളെ പോലത്തെ ഒരു പത്രമായതുകൊണ്ട് അങ്ങനെയാണ് എഴുതിയത്. നമ്മൾ ഈ വെടിനിർത്താമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് യാചിക്കുമ്പോൾ കാൽക്കൽ വീണ് അല്ലേ സാഷ്ടാംഗ പ്രണാമം ചെയ്തിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ മുനീർ എന്ന് പറഞ്ഞ ആൾ രംഗത്ത് പോലുമില്ല, അയാൾ ഒളിവിലായിരിക്കെ നമ്മൾ ആക്രമണമൊക്കെ നടത്തി. നമ്മളെല്ലാ നഗരങ്ങളിലും ആക്രമണം നടത്തി. അതെ, കറാച്ചി, ലാഹോർ, സിയാൽകോട്ട് തുടങ്ങി എല്ലായിടത്തും എല്ലായിടത്തും അറിയപ്പെടുന്ന നഗരങ്ങൾ മുഴുവൻ ആക്രമിച്ചു. എന്നിട്ട് അതായത് നമ്മുടെ കൈ എത്തുന്നിടത്താണ് നിന്റെ എല്ലാ നഗരങ്ങളും സ്ഥാപിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ നാവികപ്പട കറാച്ചിയെ വളഞ്ഞ് ഇല്ലേ നോക്കി ഏത് സമയവും ആക്രമിക്കാനായിട്ട് നിലയുറപ്പിച്ചു. അത് ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ആക്രമിക്കില്ലായിരിക്കും, മറ്റുള്ളവരുടെ കപ്പലും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ തുർക്കിയുടെ കപ്പലാണെങ്കിൽ ഇപ്പോൾ തുർക്കിയോട് നമുക്ക് തുർക്കിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില നടപടികൾ ഉണ്ടാവും എന്ന് ദേശീയ ചാനലുകളിൽ കാണുന്നുണ്ട്. ഈ കച്ചവടം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ടൂറിസം ടൂറിസം ഓപ്പറേറ്റേഴ്സൊക്കെ ഇനി ഒരറിയിപ്പ് ഉണ്ടാവുന്നവരെ അങ്ങോട്ട് ഇസ്താംബുളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, ചിലപ്പോൾ ആക്രമണങ്ങളൊക്കെ നടക്കാം എന്ന് പറഞ്ഞ് അതൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ തുർക്കിയുടെ കാര്യത്തിൽ ഒരു ഉപരോധത്തിൻ്റെയോ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത് തുർക്കിയുടെ ഒരു കപ്പലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. വേണമെങ്കിൽ ആക്രമണത്തിൽ അതൊന്നും നോക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു. അതുപോലെയാണ് നിലയുറപ്പിച്ചതെന്നാണ് നേവിയുടെ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഏത് സമയവും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഈ വെടിനിർത്തൽ ഇന്നലെയും ചില സ്ഥലങ്ങളിൽ ലംഘിച്ചതായിട്ടാണ് തോന്നുന്നത്. ഇന്നലെ സാംബ അതിർത്തിയിലും ഒക്കെ അമൃത്സറിലും ഡ്രോണുകൾ വന്നു എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ മോദി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജിക് ആൻഡ് മിലിറ്ററി ഡോഴ്സ് ആർ വൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മിലിറ്ററി ഡയറക്ടർ DGMO ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നതല്ല. വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ DGMO വേറൊരു മീറ്റിങ്ങിലായിരുന്നു. ഉച്ചയ്ക്ക് വിളിച്ച സമയത്ത് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിലൊക്കെ കാണാം. പിന്നീട് 3:30 വിളിക്കുമ്പോഴാണ് എടുക്കുന്നത്. കാരണം നമ്മൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നയതന്ത്രം ഒന്നും സംസാരിക്കുന്ന പരിപാടി ഇപ്പൊ പഴയ പോലെ നമുക്കില്ല.
ആ നിലയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അതാണ് ഈ ന്യൂ നോർമൽ എന്ന് ഏതായാലും പറഞ്ഞത്. അതൊരു പുതിയ വേർഡിംഗ് ആണ് ന്യൂ നോർമൽ. അത് ഈ നയതന്ത്ര രംഗത്തുള്ളവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും കൂടി അത് ഉപയോഗിച്ചപ്പോൾ വലിയ മാറ്റം. ന്യൂ നോർമൽ എന്ന് പറഞ്ഞാൽ അതായത് അതുവരെ സാധാരണമായതൊന്നുമല്ല ഇനിയുള്ള ലോകം. മാറി, സ്ഥിതി മാറി, നില മാറി, കളിയും മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.